ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആലോചനകൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 7-ാം വാക്യം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഏറെ വർഷങ്ങൾക്ക് മുൻപ് സാധുവും അന്ധയുമായ ഒരു ബാലിക ഇംഗ്ലണ്ടിൽ പാർത്തിരുന്നു. ചെറുപ്പത്തിലെ യേശുവിനെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും അവൾക്കിടയായി. സന്തോഷത്തോടെ യേശുവിനെ രക്ഷകനായും സഖിയായും അവൾ സ്വീകരിച്ചു. അന്ധയെങ്കിലും എന്തെങ്കിലും തൊഴിൽ ചെയ്യുവാൻ അവൾ ആഗ്രഹിച്ചു. കുട്ടനിർമ്മാണം അവൾക്ക് ഇഷ്ടകരമായി. മനോഹരമായ കുട്ടകളും കൂടകളും അവൾ ഉണ്ടാക്കി. അവ വിറ്റാണ് അഹോവൃത്തി നേടിയത്. ഒരിക്കൽ ശീതകാലം കഴിഞ്ഞ് അധിക ദിവസങ്ങളാകുന്നതിന് മുമ്പ് അവൾ തൻ്റെ ഇടവക പട്ടക്കാരനെ കണ്ട് സുവിശേഷ വേലയ്ക്കായി 30 ഷില്ലിംഗ് ഏൽപ്പിച്ചു. ഉദാരമായ ഈ ദാനം കണ്ട അച്ഛൻ അത്ഭുതത്തോടെ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ കുഞ്ഞെ, നിന്നെ സംബന്ധിച്ച് ഇത് വിവരണാതീതമായ ഒരു ഔദാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത്ര വലിയ തുക തരുവാൻ നിനക്ക് കഴിവില്ല. നീ വളരെ പ്രയാസത്തിലാണല്ലോ നിത്യവൃത്തിക്കുള്ളത് നേടുന്നത്. അതുകൊണ്ട് ഈ തുക നീ മടക്കി കൊണ്ടുപോയിക്കൊള്ളുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ട് മുഖപ്രസന്നതയോടെ ആ പെൺകുട്ടി അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു: ബഹുമാനപ്പെട്ട അച്ഛ, എന്നെ സംബന്ധിച്ച് ഇത് പ്രയാസത്തോടെ സമ്പാദിച്ചതല്ല. ശൈത്യകാലത്ത് കാഴ്ചയുള്ള കുട്ടികൾക്ക് വെളിച്ചത്തിന് മെഴുകുതിരി ആവശ്യമാണ്. എനിക്ക് രാവും പകലും ഒരുപോലെയാണല്ലോ. രാത്രിയും പകലും എനിക്ക് പണിയെടുക്കാം. കാഴ്ചയുള്ളവർക്ക് ശീതകാലത്ത് ശരാശരി 30 ഷില്ലിങ്ങിന് മെഴുകുതിരി വാങ്ങണം. എനിക്ക് കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ കുട്ടനിർമ്മാണത്തിന് ഇത്രയും തുക ചെലവാകുമായിരുന്നു. ഈ തുക അതുമാത്രമാണ്. പെൺകുട്ടിയുടെ ഔദാര്യബുദ്ധിയെ പിന്നീട് അച്ഛൻ ചോദ്യം ചെയ്തില്ല. സന്തോഷത്തോടെ ആ തുക വാങ്ങി അവരുടെ ഇടവക വിദൂരദേശത്ത് അയച്ച മിഷണറിമാരുടെ പേർക്ക് ഈ സംഭവം വിവരിച്ചുള്ള കത്തോടൊപ്പം അയച്ചു കൊടുത്തു. ഈ മനോഹര സംഭവം മിഷണറിമാരുടെ പ്രവർത്തന സംഘത്ത് കുട്ടികളോടും പ്രായമുള്ളവരോടും അവർ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. പ്രിയമുള്ളവരെ, അന്ധയായ ആ പെൺകുട്ടി ഈ വിധത്തിൽ സുവിശേഷ വേലയ്ക്ക് കൊടുക്കുമെങ്കിൽ കാഴ്ചയുള്ള നാം ഏതു പ്രകാരത്തിൽ ദൈവവേലയ്ക്ക് നൽകുവാനായി സാധിക്കും? ദൈവവേലയ്ക്ക് നൽകുവാൻ തക്കവണ്ണമുള്ള ഉൾക്കാഴ്ച ഇന്നത്തെ വചനധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം വേർതിരിച്ച് ദൈവവേലയ്ക്കും സുവിശേഷ വേലയ്ക്കും നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, സന്തോഷത്തോടെ കൊടുക്കുവാൻ, നിർബന്ധത്താലോ മറ്റുള്ളവരുടെ സ്വാധീനത്താലോ കൊടുക്കുവാനായിട്ടല്ല കർത്താവെ. ദൈവത്തിൻ്റെ വേല എൻ്റേതാണ്, എൻ്റെ വകയാണ് എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ കർത്താവെ നിനക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം, കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിനക്ക് വേണ്ടി തന്നെ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.